ഞങ്ങളുടെ 12 ദിവസത്തെ പിൽഗ്രിമേജ് ട്രിപ്പിൽ ഞങ്ങളുടെ തേർഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗുപ്ത ഗോദാവരി കേവ് ഇൻ ചിത്രകൂട്ട്, സാത്ന ഡിസ്ട്രിക്ട്, മധ്യപ്രദേശ്. അപ്പോൾ ഇവിടുത്തെ ഹിസ്റ്ററി പറയുന്നത് ഗുപ്ത ഗോദാവരി കേവ് ആണ്. ഇത് ഒരു പാറയുടെ ഉള്ളിൽ കാണുന്ന കേവ് ആണ്. അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ കേവിന്റെ ഉള്ളിൽ കൂടി ഗോദാവരി റിവർ ഒഴുകുന്നുണ്ട്. അപ്പോൾ 14 വർഷം എക്സൈലിന്റെ സമയത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഒളിച്ചു താമസിച്ചിരുന്ന സ്ഥലമാണ് എന്നാണ് ഈ ഗുഹയെക്കുറിച്ച് പറയുന്നത്. 10 or 20 റുപ്പീസിന്റെ എൻട്രി ഫീ ഉണ്ടായിരുന്നു. അപ്പോൾ കൗണ്ടറിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി തുടങ്ങിയത്. അപ്പോൾ കുറച്ച് പേരെ മാത്രമാണ് അറ്റ് എ ടൈം ഉള്ളിലേക്ക് കയറ്റി വിടുള്ളൂ. അവർ കയറി ഇറങ്ങി കഴിഞ്ഞേ അടുത്ത സെറ്റ് ഓഫ് ആൾക്കാർ കയറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അതൊരു കേവ് ആണ്, ഒരു ഗുഹയാണ്. അതിന്റെ ഉള്ളിൽ എയർ സർക്കുലേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഈ രണ്ട് പാറയുടെ ഇടയിൽ കൂടി കാണുന്ന ചെറിയ സ്റ്റെപ്സ് ആണ്. അത് പാറയിൽ തന്നെ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുള്ളതാ. അതിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന അതിവിശാലമായ ഒരു കേവാണ്. അവിടെ ശിവന്റെയും പാർവതി ദേവിയുടെയും ഗണപതിയുടെയും ഒക്കെ ഓരോ വിഗ്രഹമുണ്ട്. അതവിടെ പൂജിക്കുന്നുണ്ട്. അവിടെ തന്നെ പൂജാരിമാരുണ്ട്, അവർ പൂജിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടുത്തെ പാറകളുടെ പ്രത്യേകത, അല്ലെങ്കിൽ ഈ ഗുഹയുടെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ ഈ കാണുന്ന പോലെ ലെയർ ലെയർ ആയിട്ടാണ് പാറ ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും, ഇതങ്ങ് പൊളിഞ്ഞു വീഴുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഒന്നും തന്നെ സംഭവിക്കില്ല. നല്ല മഴ പെയ്യുമ്പോഴും ആ പാറയിൽ അല്ലെങ്കിൽ ആ ഒരു കേവിന് ഒരു കുലുക്കമോ ഷെയ്ക്കോ ഒന്നും തന്നെ ഉണ്ടാവാറില്ല എന്നാണ് അവിടെ ഉണ്ടായിരുന്ന എംപ്ലോയീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് കാണാൻ നല്ല ഭംഗിയാണ്, ഭയങ്കര തണുപ്പാണ്. ഇനി മുന്നിലേക്ക് പോകുന്തോറും ഈ ഗുഹയുടെ ഉള്ളിൽ തന്നെ ഗോദാവരി നദി കാണാൻ സാധിക്കും. പല ഭാഗങ്ങളിലായിട്ട് വെള്ളം കെട്ടി. എന്നാൽ അവർ പറയുന്നുണ്ട് ആ വെള്ളം പാറയിലേക്ക് തന്നെ പോകുന്നുണ്ട്. ചില സമയം വെള്ളം വറ്റി പോകുന്നുണ്ട്, ചില സമയം നിറഞ്ഞും കാണാറുണ്ട് എന്ന് അവിടെ അമ്പലത്തിലായിട്ട് അല്ലെങ്കിൽ ഈ ഗുഹയിൽ തന്നെ ജോലി ചെയ്യുന്ന എംപ്ലോയീസ് പറയുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. ഫുള്ള് ഇങ്ങനെ പാറയാ, കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ആൻഡ് ഇതിന്റെ സൈഡിലായിട്ട് കാണുന്ന ഒരു ചെറിയ ഒരു കുളം പോലെ വെള്ളം. വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിൽ. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഗുഹയിൽ പോയപ്പോൾ ഉണ്ടായിരുന്നത്. ഗുപ്ത ഗോദാവരി കേവ്സ് 2 ഗുഹകളാണ് ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ഗുഹയിൽ മുഴുവൻ തൊഴുത് കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കയറുകയാണ്. തിരിച്ചു കയറി പോകുന്നത് അടുത്ത ഗുഹയിലേക്കാണ്. ഈ കാണുന്നതാണ് രണ്ടാമത്തെ ഗുഹ. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നിറയെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ഈ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് പോയി നമുക്ക് കുറെ കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ, പക്ഷെ എല്ലാവരും പോകുന്നില്ലായിരുന്നു. ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഓക്സിജൻ ലെവൽ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാർ ഉള്ളിലേക്ക് പോകാനുണ്ടായിരുന്നില്ല. ദെൻ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ചിത്രകൂട്ട് എന്ന ഈ സ്ഥലം ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ 2 സ്റ്റേറ്റിൽ നിന്നുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അമ്പലത്തിന്റെ പുറത്ത് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഗുപ്ത ഗോദാവരി കേവ്സിന്റെ അവിടെ. നല്ല ലാഭമാണ് അവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി 3ാമത്തെ ഡെസ്റ്റിനേഷൻ ആയിരുന്ന ഗുപ്ത ഗോദാവരി കേവ്സും കണ്ട് കഴിഞ്ഞ് 4ാമത്തെ ഡെസ്റ്റിനേഷൻ ഹനുമാൻഡാരയിലേക്ക്